ഈ ചിന്തകളെ പറ്റി പറയുമ്പോൾ ഓവർ തിങ്കിങ് എന്നൊരു ഒരു വലിയൊരു കടമ്പയുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ ഞാൻ ഒരു ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞൊരു ടെസ്റ്റ് വേണം. കഴിഞ്ഞു അവിടെ. ഒരു 5 ദിവസം കഴിഞ്ഞായിരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. ഈ 5 days ഉണ്ടല്ലോ, മൈ ഗോഡ്, ഈ വ്യക്തി ആത്മഹത്യ ചെയ്ത് കളയും. 3 ദിവസത്തിൽ കൂടുതൽ ഉറങ്ങിയില്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യില്ല, ബ്രെയിനിന്റെ എല്ലാ ഫങ്ഷനും നിന്ന് പോകും, മരണം വരെ സംഭവിക്കും. 4-5 ദിവസത്തിൽ കൂടുതൽ ഉറക്കം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് ഡിപ്രഷനിലേക്ക് നയിക്കും. The real depression. The real depression is സ്ട്രെസ്സിന്റെ ഏറ്റവും ഓവർ തിങ്കിങ് കൊണ്ടിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു റിലേഷൻഷിപ്പിൽ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്തെന്നാ? ഫ്രീഡം അതൊരു വെൽത്ത് മാസ്റ്ററുടെ ഏറ്റവും റോങ് ആയ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് വേണ്ടത്. നമ്മളുടെ ലൈഫിൽ ഫ്രീഡം എന്നതിനപ്പുറത്ത് ഡിസിപ്ലിനൈസ്ഡ് ആവുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു ഭാഗത്ത് സെൽഫ് ലവ് എന്നൊരു സംഭവമുണ്ട്, അതിൽ നിന്ന് അപ്പുറത്തേക്ക് ഞാനെന്ന ഭാവം. ഇത് തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഭയങ്കര നാരോ ആണ്. അതെവിടെയാണ് ആ വ്യത്യാസം തുടങ്ങുന്നത്? വളരെ രസകരമായൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഈ ഞാൻ നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ ചെറിയ ഒരു 5 മിനിറ്റ് നേരത്തെ കൺവേഴ്സേഷനിൽ ഈ ഞാൻ എന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നതിനെ നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 15 പ്രാവശ്യമെങ്കിലും ഞാൻ എന്ന് പറയുന്നവരുണ്ട് കുറഞ്ഞ പക്ഷം. അതിൽ ഒരു 3 പ്രാവശ്യവും 1 പ്രാവശ്യവും ഒക്കെ പറയുന്നവരുണ്ട്. അതിനെ മാറ്റി നിർത്താം. കൂടുതൽ ഞാൻ എന്ന വേർഡിനെയാണല്ലോ നമ്മളിവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്ന ഭാവം എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സെൽഫ് ലവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിനെ നമുക്ക് മനസ്സിലായി എന്താണ് സെൽഫ് ലവ് എന്നുള്ളത്. നമുക്ക് ഈഗോയെ കുറിച്ചൊരു കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ഈഗോയും പേഴ്സണൽ ഈഗോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഞാനെന്ന ഭാവം കണക്ട് ചെയ്യുന്നത് പേഴ്സണൽ ഈഗോയിലാണ്. അത് വ്യക്തമായി ഞാൻ മനസ്സിലാക്കി തരാം. അതായത് ഇവിടെ ഞാനെന്ന് ഞാൻ പറഞ്ഞു, കാരണം ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ആണ് എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ഓക്കെ, ഞാൻ കോൺഷ്യസ്ലി പറഞ്ഞൊരു കാര്യമാണ് അത് ഇതിന്റെ ഒരു എക്സാമ്പിൾ പോലെ കോൺഷ്യസ്ലി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ എന്ത് കാര്യത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ധാരണയും ബോധ്യവും ഉള്ള ഒരു ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ഞാൻ കയറി വരാം. അത് സ്വാഭാവികമായി വരുന്നതാണ്. അല്ലാതെ ഇപ്പം സ്റ്റേജിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, നമ്മൾ കുട്ടിക്കാലത്തെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു കോളേജ് കാലഘട്ടങ്ങളെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഫ്രണ്ടോ ഫസ്റ്റ് ഫ്രണ്ടോ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്, അതായത് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അറിയുന്ന ആള്, നമുക്ക് ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയാണ് ഈ സെക്കൻഡ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അദ്ദേഹം വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു, നമുക്കതൊട്ടും രസിക്കാതെ വരുന്ന സമയത്ത് ഓക്കെയാണ്, അതത്ര വലിയല്ല, ഞാൻ ചെയ്താലത് നന്നായിരിക്കും, എനിക്കത് ഇങ്ങനെ അറിയായിരുന്നു, അതിങ്ങനെ എന്ന് പറഞ്ഞ് ആ സബ്ജക്റ്റിനെ ചൊല്ലി ഈ വ്യക്തിത്വം തന്നെ ഉൾക്കൊണ്ട് തനിക്കത് ചെയ്താൽ നന്നായിരിക്കും, താനത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. എന്തൊരു സബ്ജക്റ്റിനിടക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു കൺവേഴ്സേഷൻ നടത്തുന്നതിനിടയ്ക്ക് ഞാൻ അന്ന് അവിടെ പോയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ ഇതുണ്ടായിരുന്നു, ഞാൻ അതിനെ ഇങ്ങനെയാണ്, ഈ ഞാൻ കൂടുതൽ സംസാരിച്ച് ആ വിഷയത്തെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഞാൻ അവിടെ ഒരു സംഭവമാണ് എന്ന് ടാഗ് ലൈൻ ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊരു തരം ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഞാൻ ഭാവമാണ്. അതല്ല വേണ്ടത്. സോ ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പേഴ്സണൽ ഈഗോയും സോഷ്യൽ ഈഗോയും അതിനെ വ്യക്തമാക്കാം. സോഷ്യൽ ഈഗോ എന്ന് പറയുമ്പം നമ്മൾ ചുറ്റുപാട് കാണുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഡിസ്റ്റൻറ്റ് ഫാമിലി മെമ്പേഴ്സും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രിസിയേഷൻ കൊടുക്കാൻ കഴിയുകയും, നന്നായിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ നല്ല ഒരു പ്രവൃത്തിയാണ് ആ കുട്ടി ചെയ്തത് എന്ന് പറഞ്ഞ് നാളെ നമുക്കും അത് ചെയ്താൽ ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് അതിനെ കോപ്പി ചെയ്തിട്ട് അതേ പാറ്റേൺ സ്വീകരിക്കുക എന്നുള്ളതല്ല പറയുന്നത്. അതിനെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് വരുത്തി കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്ത് അതിനെ ഒരു എന്താ പറയുക, ഒരു ലൈൻ പിടിക്കുക എന്ന് പറയില്ലേ നമ്മൾ, ആ ലൈൻ പിടിച്ച് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമല്ലോ. ഒരു ഐഡിയ കിട്ടുക, ആ ഒരു ഐഡിയയിലൂടെ ലൈൻ പിടിച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസോട് കൂടി ചെയ്യുന്നതിന് നിങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ആ ഒരു ലെവലിൽ നിങ്ങൾക്കൊരു ലെവലിൽ എത്തിയിട്ട് ഒരു റിസൾട്ട് കാണിച്ച്, അത് സോഷ്യൽ ഈഗോയാണ്. നമുക്ക് ആരോടും ഒരു ഈഗോ ഇല്ല, കുശുമ്പില്ല, ജലസി ഇല്ല, ഗ്രഡ്ജസ് ഇല്ല, ഒന്നുമില്ല. ആ സമയം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, എനിക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ, ഞാനാണ് ഇതിൻ്റെ എല്ലാം, എന്നിലൂടെയാണ് ആ വ്യക്തി പഠിച്ചത്, ഇത് സ്വയം വീണ്ടും ആവർത്തി
ചെയ്തു കൊടുത്ത പ്രവൃത്തികളിൽ, ചെയ്ത സഹായങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തി ഞാൻ ചെയ്തത് കൊണ്ടാണ്, ഞാനാണ് ആ വ്യക്തി അവിടെ എത്തിച്ചത്. ചില മാതാപിതാക്കളിൽ അതുണ്ട്. മക്കളെ പഠിപ്പിച്ചൊക്കെ ഒരു നിലയിലെത്തിക്കണം, ഞാൻ അത് എടുപ്പിക്കാൻ പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആ കോഴ്സിലേക്ക് ആ കുട്ടിയെ വിട്ടത് കൊണ്ടിട്ടാണ്, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് പുറകെ നിന്നത് കൊണ്ടിട്ടാണ്, എല്ലായിരുന്നെങ്കിലും ഇവരിവിടെ എത്തില്ല. ആ കുട്ടി പഠിച്ചെത്തിയതും ആ കുട്ടി അതിൻ്റെ പ്രൊഫഷൻ കൈകാര്യം ചെയ്തത് അവരുടെ കാലിബർ കൊണ്ടിട്ടാ. ഈ പറയുന്ന ഞാനല്ല. ഓക്കെ, ഓഫ് കോഴ്സ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, മാതാപിതാക്കൾ അല്ലെങ്കിൽ വളരെ അടുത്ത റിലേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സിസ്റ്റം മാത്രമാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന ഈ സെൽഫ് ഈഗോ, പേഴ്സണൽ ഈഗോ എന്ന ആ സംഭവത്തെ കണക്ട് ചെയ്ത് ഞാനെന്ന ഭാവത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഇത് ഞാൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് അത് അവരുടെ ഇങ്ങനെ സംഭവിക്കപ്പെട്ടത് എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ പറയുന്ന പേഴ്സണൽ ഈഗോ വർക്ക് ചെയ്യും. പേഴ്സണൽ ഈഗോ ഒരാളെ നശിപ്പിക്കുകയുള്ളൂ. ആരെന്ത് അച്ചീവ് ചെയ്താലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് എനിക്ക് വേണം എന്നുള്ള പേഴ്സണൽ ഈഗോ നമ്മൾക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ കുറയ്ക്കും. ആ സമയം സോഷ്യൽ ഈഗോ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചെയ്തു, ഐഡിയാസ് കിട്ടുകയാണ്, ലൈൻ പിടിക്കാൻ സാധിക്കുകയാണ് നമുക്ക്. ഈ രീതിയിൽ ചെയ്താൽ എനിക്കും അതിനുള്ളൊരു കാലിബർ ഉണ്ടല്ലോ, ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ഐ വിൽ ഡു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സൊസൈറ്റിയെ അപ്രിസിയേഷൻസ് കൊടുത്തുകൊണ്ട് തന്നെ, അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ വ്യക്തികൾ, അത് ആരുമായിക്കൊള്ളട്ടെ, അത് ഈ വെർബലി നമുക്ക് ഇതുപോലെ എനിക്കും ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതാണോ, അതോ നമ്മൾ ചിന്തിക്കുന്നതിനെയാണോ? ചിന്തിച്ച് ചെയ്യണം. അതായത് വെറുതെ പറയുന്നതിൽ കാര്യമില്ലല്ലോ. വെറുതെ ഇപ്പൊ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയോ അതുപോലെ ആവണം, ആ സീറ്റിൽ എനിക്ക് ഇരിക്കണം. മാനിഫെസ്റ്റേഷന്റെ ഒരു മെത്തേഡ് ഉണ്ട്, അതല്ല ഇവിടെ കോട്ട് ചെയ്തത് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അതിനെ തീവ്രമായി നമ്മുടെ പൊട്ടൻഷ്യൽ കൊണ്ടിട്ട് നമ്മുടെ ഏത് പ്രൊഫഷനാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിൽ നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അവിടെ ചെയ്താൽ അത് ഓഫ് കോഴ്സ് അത് വർക്ക് ചെയ്യും. ഇവിടെ അതല്ല കണക്ട് ചെയ്യുന്നത്. ഇവിടെ കണക്ട് ചെയ്യുന്നത് ആ ഒരു സോഷ്യൽ ഈഗോ. അവർക്കും ചെയ്യാം, നമുക്കും ചെയ്യാം. അതിൽ അപ്രിസിയേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നു, അവരെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരോട് നമ്മൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്, എനിക്കിതൊരു ആഗ്രഹമുണ്ട്, എനിക്കിത് താല്പര്യമുള്ളൊരു വിഷയമാണ്, ഇതിലേക്ക് എനിക്കും എത്തണം എന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഡാൻസ് പഠിക്കാൻ പോകുന്നു. ഒരു ടീച്ചർ നന്നായി കളിക്കുന്നു എന്ന് കരുതിയിട്ട് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന കുട്ടി ടീച്ചറിനേക്കാൾ വലിയ രീതിയിലേക്ക് ഡാൻസ് കളിച്ചെത്തണം എന്നുള്ളത് ടീച്ചർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കുറച്ച് പഠിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ടീച്ചറിൽ ഞാനാണെന്ന്, അതായത് ഗുരുക്കന്മാരെക്കാൾ വലിയ ശിഷ്യന്മാരായി മാറുന്നൊരവസ്ഥയിലേക്ക് അതവിടെ ഉണ്ടാവുമായിരിക്കാം. ഒരു പക്ഷേ അവരുടെ കാലിബർ കൊണ്ട് അവരെ നേടുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ തരത്തിലേക്ക് നമ്മളെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. പേഴ്സണൽ ഈഗോ ഒരിക്കലും നല്ലതല്ല. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെയൊക്കെ ഒരു തലം കൂടിയാണ് ഈ പേഴ്സണൽ ഈഗോ. എന്നെ കാരണം ഞാൻ പറഞ്ഞത് വെച്ചതുകൊണ്ട്, ഞാൻ അങ്ങനെ ആക്കിയതുകൊണ്ട്, ഞാൻ അവരെ വിളിച്ചു പറഞ്ഞതുകൊണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലൈനപ്പാണത്. ഓരോ കാര്യങ്ങൾ അവരിൽ സംഭവിക്കുന്നത്. ഇതെന്ന് പറയാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ചില ഏരിയസ്. ഇത് നമ്മൾ പറയുമ്പോൾ ഈസിലി അത് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പ്രേക്ഷകർക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഇൻഡെപ്ത് ഒരാവർത്തി കൂടി നിങ്ങൾ ഇത് കേൾക്കുകയാണെങ്കിൽ യെസ് ഇതാണ്, എന്നിട്ട് നമ്മളുടെ ലൈഫിനെ വെച്ച് കണക്ട് ചെയ്യുക. നമ്മുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെ വെച്ച് നമ്മൾ കണക്ട് ചെയ്യാം. ശരിക്കും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ യെസ് ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു കാര്യം അന്ന് സംഭവിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു അപ്രോച്ച് അവിടെ നടത്തിയത് കൊണ്ട്, അങ്ങനെ എൻ്റെ ഇടപെടലുകൾ അങ്ങനെ ആയിരുന്നു കൊണ്ടാണ് അതിനങ്ങനെ ഒരു ഇഷ്യൂ സംഭവിച്ചതല്ലേ. യെസ്, അപ്പോൾ ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യുക, കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾ ആ കാര്യത്തെ വിട്ടേക്കുക. ശരിക്കും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിന്നെക്കാൾ നന്നായിട്ട് ഞാൻ ചെയ്തേനെ, ഈ ഡ്രസ്സ് നിന്നെക്കാൾ നന്നായിട്ട് ചേരുന്ന എനിക്കായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മളെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. ഓഫ് കോഴ്സ് മാറ്റി നിർത്തുക. അത് ആരാണെങ്കിലും അവരോട് വൈരാഗ്യമോ ദേഷ്യമോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കോ എന്നുള്ളതല്ല മാറ്റി നിർത്തുക എന്ന് പറയുന്നതിനർത്ഥം. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ പറയാം അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക, ഡിറ്റാച്ച്ഡ് ആവുക എന്ന് പറയില്ലേ. ഈവൻ നമ്മുടെ കുട്ടികളുടെ അടുത്തുൾപ്പെടെ, നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ഉൾപ്പെടെ, നമ്മളുടെ ബന്ധങ്ങളുടെ അടുത്ത് ഉൾപ്പെടെ ഡിറ്റാച്ച്ഡ് ആവണം. ബിക്കോസ് നമ്മളൊരു സോളാണ്, നമ്മളൊരു പേഴ്സൺ ആണ്, നമ്മൾക്ക് നമ്മുടേതായ ഓരോ വ്യക്തിത്വങ്ങളുണ്ട്. നമ്മളുടെ 24 hours തന്നെ അവർക്കും ഉണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിനനുസരിച്ച് നമുക്കതിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുള്ള ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ മാത്രമാണുള്ളത്. അവിടെ ഒരിക്കലും ഈ പറയുന്ന മറ്റൊരാളിനെ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് നിങ്ങൾ ജീവിതത്തെ കാണരുത്. അവിടേക്കാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. അവർ ചെയ്യുന്നു എന്നാൽ എനിക്കും ചെയ്യാം, കോപ്പി പേസ്റ്റ്. അത് ലൈഫിൽ സാധ്യമല്ല. അവർക്ക് അതിനുള്ള കാലിബർ ഉണ്ടായിരുന്നു, അവരതിനെ ചെയ്തു.
അല്ലാതെ അവരത് ചെയ്തത് ഞാൻ ചെയ്താൽ എനിക്കായിരുന്നു നന്നായിരുന്നത്, എനിക്കാണ് അതൊക്കെ ഒരു തരം എന്താ പറയുക, അസൂയ നിറഞ്ഞ ഒരു സംസാര രീതിയായിട്ടാണ് പലപ്പോഴും നമുക്ക് അത് ബന്ധങ്ങളെ തകർക്കും. ശരിക്കും ഇതെല്ലാം നാരോ ലൈനാണ് ഇതിനെല്ലാം ചുറ്റുമുള്ളത്. ഈ പറഞ്ഞ അസൂയയ്ക്കും ഒരാളെ അഡ്മയർ ചെയ്ത് അത് അഡാപ്റ്റ് ചെയ്യുന്നതും തമ്മിൽ അപ്രിസിയേഷൻസ് കൊടുക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് അല്ലേ? നമുക്ക് ചുറ്റുപാടൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാര്യം, യെസ് നന്നായിരിക്കണം, ബ്യൂട്ടിഫുൾ, നന്നായിരിക്കുന്നു. ലൈക്ക് ദർ ആർ പീപ്പിൾ, നല്ലൊരു ഡ്രസ്സ് ഇട്ട് പുറത്തു പോകുമ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ നമ്മളെ അടിമുടി നോക്കുന്ന ആൾക്കാരും ഉണ്ട്. ഫേസിൽ അറിയാൻ പറ്റും. അടുത്ത് വന്നിട്ട് മോളെ ഈ ഡ്രസ്സ് ഇടുന്ന മേടിച്ചതെന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. യെസ്, ആ എനർജി ഈസ് ഡിഫറെന്റ്. യെസ്, ഓറാന്ന് പറയില്ലേ? അത് പറയുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് കാണുന്ന ആ ഒരു പ്രസന്നത അതൊരു ഓറയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ എനർജി നമുക്കും കിട്ടും ദിവസം ഫുള്ള്. ഓഫ് കോഴ്സ് നിങ്ങളിപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങിയൊക്കെ നിങ്ങളൊരു പാർട്ടിക്ക് പോയി അവിടെ ചെന്നിട്ട് ആ ഡ്രസ്സും നന്നായിരിക്കാം, നിങ്ങളും ബ്യൂട്ടിഫുൾ ആയിരുന്നിരിക്കാം, എന്നാൽ കൂടിയും ഓപ്പോസിറ്റ് നിന്ന് നിങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി പറയുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഓറയെ കെടുത്തും. ബിക്കോസ് ആ പറഞ്ഞത് ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലോ നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനത്തെയും നശിപ്പിക്കുന്നതോ ആണെങ്കിൽ അവിടെ നിങ്ങളൊന്ന് ഡസ്പാകും. അത് മുഖത്ത് ആ ഡസ്പാകുന്ന ഫീലിങ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ആ ഓൾ അവർ പാർട്ടിയിൽ കുറച്ചൊരു ഇത് ശരിയായില്ലേ, ഇത് തോട്ടിലേക്ക് അങ്ങ് പോകും. അതാ പ്രശ്നം. എന്നിട്ട് അമ്മ ശരിയായില്ലേ, കൂടെയുള്ള ആരാന്ന് വെച്ചാൽ ഫ്രണ്ട് വാലിഡേഷൻ സീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ലോഡ്സ് ഓഫ്, അതായത് ആ ഉള്ള ആൾ ഇതെനിക്ക് ഇണങ്ങുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ, ഇത് ശരിയായില്ല, ഇതൊന്നുകൂടെ നോക്കിയേ, കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെട്ടില്ലേ. പക്ഷെ ഈ സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്തോറും നമുക്ക് ഓരോ തവണയും വാലിഡേഷൻ വേണം എന്നുള്ള ലെവലിലേക്ക് കാര്യം വരും. അവിടെ നമ്മൾ തിരുത്തൽ വരുത്തണം. നമ്മൾക്ക് കംഫർട്ടായിട്ട് ഒരു വസ്ത്രം ധരിച്ചു, ഒരു നല്ല രീതിയിൽ നമ്മുടെ കോൺഫിഡൻസിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്താലാണ് നമുക്കൊരാളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു സൊസൈറ്റിയിൽ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളൊരു അറ്റൻഷൻ സീക്കിങ് ചെയ്യാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അറ്റൻഷൻ അവിടെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അതിൽ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്തേ പറ്റും. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ കോൺഫിഡൻസ് ആയിരിക്കുക, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക, നിങ്ങളുടെ ഫേസിൽ, കണ്ണുകളിൽ. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പോലും കണ്ണുകൾ ഐ ടു ഐ കോണ്ടാക്റ്റിൽ ഒരുപാട് കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ പറ്റും. വേറെ എപ്പോഴും അതെ, മാനേഴ്സിൻ്റെ ചില തലങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കണക്ട് ചെയ്തു. പക്ഷേ ഇതുകൂടി പറഞ്ഞു വെക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാനേഴ്സിൻ്റെ തലങ്ങൾ എടുക്കുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ ശ്രദ്ധിക്കുന്ന വലിയ തലത്തിൽ വലിയ പ്രൊഫൈൽ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും ഒരു ഫ്രണ്ട് വരുന്ന സമയത്ത് ഇരുന്നു കൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നവരെ ധാരാളമായിട്ട് കാണാൻ കഴിയാറുണ്ട്. ഒരിക്കലും ഇരുന്നു കൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു ടെൻഡൻസിയാണത്. നിങ്ങൾ എഴുന്നേൽക്കുക, ഇരുന്നിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് വേണം ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്നിട്ട് കൈവീശി കാണിച്ചാൽ മതി. അതും മാനേഴ്സ് ഇല്ലാത്തതാണ്. എന്നാൽ കൂടി ചില സമയത്ത് നമ്മൾ എന്താ പറയുക, ഇരിക്കുന്ന പോസ്റ്ററൊക്കെ തെറ്റിപ്പോയാലോ എന്നൊക്കെ കരുതിയിട്ട് ചിലർ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കൈ ഇങ്ങനെ വെക്കുക. ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ ആ വ്യക്തിയുടെ അതേ വേവ് ലെങ്ത്തിൽ നിന്നുകൊണ്ട് തന്നെ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് സംസാരിക്കുമ്പോൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25% നമ്മൾ സംസാരിക്കുക, 75% കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് കുട്ടികൾ ഓരോരുത്തരും പഠിച്ചിറങ്ങുമ്പോൾ ഓരോ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾക്കൊക്കെ പോകുമ്പോൾ ഇത് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഈ കുട്ടികൾക്ക് അത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കുട്ടികളെ നമുക്കറിയാലോ. അതിന് ബേസിക്കലി ആദ്യം പാരന്റ്സ് ഇത് പഠിച്ചിരിക്കണം, അപ്പോഴാണ് കുട്ടികളിലേക്ക് ഇത് പകരാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ്. അപ്പം കാരണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ മറ്റു പോയിട്ട് നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇത്തരത്തിലുള്ള ക്യാരക്ടർ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് ശരിയെന്ന് തോന്നുന്ന അവരുടേതായ ഒരു കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് അത് എത്തിക്കുന്നത്. അത് അവരുടെ മാത്രമാണ്. ഇപ്പോൾ താങ്കൾക്കൊരു ക്യാരക്ടറുണ്ട്, എനിക്കൊരു ക്യാരക്ടറുണ്ട്. ഇത് എൻ്റെ മാത്രം സ്പേസിൽ നിൽക്കുന്ന എൻ്റെ ക്യാരക്ടറും താങ്കളുടെ മാത്രം സ്പേസിൽ നിൽക്കുന്ന ക്യാരക്ടർ താങ്കൾക്കും ഉണ്ട്. അപ്പോൾ അവിടെ താങ്കൾക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളെയാണ് അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് ഈ വ്യക്തിക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല. അവരുടെ പാരൻസിന് പിന്നെയും അത് മനസ്സിലാവും. ആ പാരൻസ് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങുക. സംസാര രീതി, പ്രയോഗിക്കുന്ന വാക്കുകൾ എല്ലാം അതിനൊരുപാട് ഫീസൊന്നും കൊടുത്ത് നമ്മൾ എവിടെയും പഠിക്കാൻ പോവേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് കാലഘട്ടങ്ങളിൽ ധാരാളമുണ്ട്. നല്ല സുഹൃത്തുക്കളാവുക, പാരൻസ് നല്ല സുഹൃത്തുക്കളാവുക.
നമ്മൾ അവരോടൊപ്പം വളരുക. അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. റെസ്പെക്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ കൊച്ചുകുട്ടിയെ പോലും ആ കുട്ടിക്ക് ഇന്നത്തെ കാലത്തെ ടെക്നോളജി പരമായ ഇപ്പം മൊബൈലും മറ്റു കാര്യങ്ങൾ, ഞാൻ അത്ര വലിയ ടക്കിയല്ല, എനിക്ക് അത്ര വലിയ കാര്യങ്ങൾ അറിയില്ല. ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കും അത് ആൻറ്റി ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുമ്പോൾ, ഓ ഇങ്ങനെയാണോ മക്കളെ അല്ലെങ്കിൽ ഇങ്ങനെയാണോ മോനെ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനൊരു നോളജ് ഗെയിൻ ചെയ്തതല്ലേ. എനിക്ക് ആ നോളജ് പറഞ്ഞു തന്നൊരു ചെറിയ കുട്ടിയാണെങ്കിൽ കൂടിയും അവിടെ ആ കുട്ടിയെ റെസ്പെക്ട് ചെയ്യേണ്ടേ നമ്മൾ. അതൊരു അറിവാണ് സമ്പാദിച്ചത് നമ്മൾ, അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതെ. അപ്പോൾ ഈ വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ രണ്ടാമതൊരാൾ കൊള്ളാം എന്ന് പറയുന്നത് വരെ സമാധാനം കിട്ടാത്ത ആൾക്കാർ, ഇതിൽ നിന്നൊരു പുറത്തേക്ക് വരവ് എങ്ങനെയാണ്? അവിടെയാണ് കോൺഫിഡൻസിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് വൃത്തിയായ ഒരു കോൺഫിഡൻസ് ഉണ്ട്. യെസ്, ഈ ഡ്രസ്സ് എനിക്ക് ചേരും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണാലിറ്റിയാണ് ഞാൻ, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളെ. നമ്മൾ ഒന്നും റെഡിമെയ്ഡ് എടുത്ത് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. എന്ത് സംഭവമാണെങ്കിലും അവിടെ ഒരു റെഡി ആയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങളത് നിങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് പാകമല്ല എങ്കിൽ അവിടെ അഭംഗിയായിരിക്കും. അത് മറ്റൊരാളുടെ ക്യാരക്ടർ ആണെങ്കിലും മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്ന എന്തൊരു വിഷയമാണെങ്കിലും റെഡിമെയ്ഡായിട്ട് അവിടെ അതുണ്ടെങ്കിൽ നിങ്ങളതിലേക്ക് വരരുത്. നിങ്ങളതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക. എനിക്കിത് പറ്റുമോ? അവിടെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്കത് പറ്റുന്നു എന്ന് വരുന്നിടത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. അപ്പം നമ്മൾ മറ്റൊരാളുടെ ഈ ഒരു അറ്റൻഷൻ സീക്കിങ്ങിലേക്ക് നടക്കേണ്ട കാര്യമില്ല. മറ്റൊരാളുടെ ആ ഒരു വാക്കിന് മേലെ നമ്മളെ വിലയിരുത്താൻ നമ്മൾ നിൽക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ തീരുമാനങ്ങൾ ഞാൻ എടുക്കും എന്നുള്ളത് തന്നെയാണോ? എൻ്റെ തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടൊന്ന് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും ഡിസ്കസ് ചെയ്യാം നമുക്കതിന്. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇത് നാളെ ഒരു വ്യക്തി കേട്ടാൽ അത് അയ്യേ എന്ന് പറയുന്നിടത്ത് നിന്ന് ഞാൻ ഈ ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഒരു ഡെവലപ്മെൻറ്റ് വരുത്താൻ സാധിക്കും, ഈ ഒരു കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏറ്റവും അടുത്തൊരു സുഹൃത്തില്ലാത്തവരുണ്ടാവില്ലല്ലോ, കുറവായിരിക്കും അല്ലേ? വളരെ കുറവ്. ഇല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരോടെങ്കിലും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ സംസാരിക്കുക. ഇല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ അറിയില്ലാത്ത ഒരാളോട് സംസാരിക്കുക. ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ കണ്ടിട്ട് പറയുക. ആ വ്യക്തി വളരെ വൃത്തിയായിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് ഇത് റോങ് ഇത് റൈറ്റ് എന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് യെസ്. അപ്പോൾ ഇത് നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് ചില ആളുകൾ ചോദിക്കുന്നത് സുഹൃത്തിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് മാഡം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. എല്ലാം കഴിയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, സുഹൃത്ത് തന്നെയാണോ താങ്കൾക്ക് വേണ്ടിയാണ്? അല്ല മാഡം, എനിക്കും അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടിട്ട് കൂടിയിട്ട് നമുക്ക് അങ്ങനെ അറിയില്ലാത്ത, നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരുപാട് ബലഹീനതകളുള്ളവരാണ് മനുഷ്യർ. എന്നാൽ അൺലിമിറ്റഡ് കറേജുള്ള അൺലിമിറ്റഡ് പൊട്ടൻഷ്യലുള്ള സ്പീഷ്യസാണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് ഒരു 24 hours എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ 65,000 to 70 ചിന്തകളാണ് നമ്മുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ലണ്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ അവിടെ നിൽക്കും, US കുറിച്ച് ഓർത്താൽ നമ്മൾ അവിടെ, പാരീസിനെ കുറിച്ച് ഓർത്താൽ ഈഫിൽ ടവറിൽ ഇല്ലേ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇല്ല, പിക്ചറിലൂടെ മാത്രമാണ് പരിചിതം. പക്ഷേ നമ്മൾ അവിടെ എത്തി, ഫ്ലൈറ്റ് കയറി പോകുന്നു, വിത്തിൻ സെക്കൻഡ്സ് അല്ലേ, മൈക്രോ സെക്കൻഡ്സ് നമ്മൾ അവിടെ എത്തി, ഫ്ലൈറ്റ് കയറി പോകുന്നു, അവിടെ ഇറങ്ങുന്നു, അവിടെ നമ്മൾ ഗ്യാദർ ചെയ്യുന്നു, അവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ തണുപ്പൊക്കെ ആസ്വദിക്കുന്നു, സ്വിറ്റ്സർലാൻഡിലെത്തുന്നു, അവിടുത്തെ പച്ചപ്പ് കാണുന്നു, അവിടുത്തെ ഗോക്കളെ കാണുന്നു. ഇതൊക്കെ നമ്മളിൽ വിത്തിൻ സെക്കൻഡ്സ്, മൈക്രോ സെക്കൻഡ്, ഒരു നമ്മളിത് പറഞ്ഞിട്ട് ഒരു 30 seconds ആയില്ല തോന്നുന്നു അല്ലേ, നമ്മൾ എവിടെയെല്ലാം പോയി വന്നു. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലൂടെ സഞ്ചരിക്കുന്ന 70,000 65,000 to 70,000 വരെയുമുള്ള ചിന്തകൾ നമ്മുടെ ബ്രെയിനിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇത് ലോപിച്ച് 10ലേക്ക് എത്തും. പിന്നെ അവിടെ നിന്ന് നമ്മൾക്കൊരു 5ലേക്കും 3ലേക്കും 2ലേക്കും എത്തും. ഈ 2ൽ 1ലാണ് നമുക്ക് നല്ല റിസൾട്ടും, 1ൽ ഒരു മൾട്ടി ടാസ്കിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു 2 കാര്യങ്ങൾ ഒരുപോലെ ചെയ്യുക എന്നുള്ളത്. അപ്പം നല്ല റിസൾട്ട് ഒരു വിഷയത്തിലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് രീതിയിലൊരു റിസൾട്ട് അടുത്തൊരു വിഷയത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പം അമ്മമാര് അടുക്കളയിൽ പണിയെടുക്കുന്ന നമ്മൾ ഉൾപ്പെടുന്ന അമ്മമാര് അടുക്കളയിലൊക്കെ ജോലി ചെയ്ത് അവർ പല കാര്യങ്ങളും ഒരുപോലെ ചെയ്യാറുണ്ട്. അത് സ്മാർട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാ, പാസീവ് ബ്രെയിൻ അല്ല, അത് സ്മാർട്ട് ബ്രെയിൻ വർക്ക് ചെയ്യും.
അൺകോൺഷ്യസ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലുമുണ്ട്, കോൺഷ്യസ് ആയിരിക്കുന്ന അവസ്ഥയുണ്ട്, പാസീവ് ബ്രെയിൻ ഉണ്ട്, ആക്റ്റീവ് ബ്രെയിൻ ഉണ്ട്, മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്, സ്മാർട്ട് ബ്രെയിൻ ഉണ്ട്. ഇതെല്ലാം ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. നമ്മളുടെ സ്മാർട്ട് ബ്രെയിൻ പ്രയോഗിച്ചാണ് ഓരോ എക്യുപ്മെൻസും, ഇലക്ട്രോണിക് സാധനങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ എന്താ അത് പ്ലേ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഒരു വാഷിംഗ് മെഷീൻ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ ലിക്വിഡും മറ്റു കാര്യങ്ങളും എല്ലാം ഇട്ട് കഴിഞ്ഞ് അത് പ്ലേ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വർക്കിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ എന്താ ഒരു മാസ്റ്റർ ബ്രെയിനിൻ്റെ വർക്ക് അവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അതവിടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒരു 2 hours നമുക്ക് വാഷ് ചെയ്ത തുണികൾ കിട്ടുന്നു. അതുപോലെ തന്നെ ഇതിനെ മാസ്റ്റർ ചെയ്യുന്ന ഒരു ബ്രെയിൻ നമുക്കുണ്ട്. ഇത് സ്മാർട്ട് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഓരോരോ പ്രവൃത്തികൾ പല ടെൻഷനിലാണെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അൺലിമിറ്റഡ് കഴിവുകൾ പൊട്ടൻഷ്യലുള്ള സ്പീഷ്യസ് ആണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ മെമ്മറീസും ഇത്രയേറെ ഓർമ്മകളും അല്ലെങ്കിൽ ഇത്രയേറെ ചിന്തകളും കടന്നു പോകുന്നത്. അതിൽ ഏത് വേണം ഏത് വേണ്ട എന്ന് തിരഞ്ഞെടുക്കാനുള്ള നമുക്കായിട്ട് സെൽഫായിട്ടൊരു തീരുമാനമില്ലേ? അതെ, ഈ ചിന്തകളെ പറ്റി പറയുമ്പോൾ ഓവർ തിങ്കിങ് എന്നൊരു വലിയൊരു കടമ്പയുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ നമ്മളൊന്ന് വെറുതെ യൂട്യൂബിൽ ഓവർ തിങ്കിങ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എത്രയോ പേരാണ് അതിന്റെ ആവശ്യക്കാർ, അതെങ്ങനെ മറികടക്കുന്നതെന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എത്രയോ പേർ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നു. ശരിക്കും എന്താണ് ഇതിനുള്ള വഴി? അതായത് ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു വിഷയത്തെക്കുറിച്ച് പല വിധത്തിൽ ചിന്തിക്കുക. പല വിഷയം ചിന്തിക്കുക എന്നുള്ളതല്ല, ഒരു വിഷയത്തെക്കുറിച്ച് പല വിധത്തിൽ ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ പറഞ്ഞൊരു ടെസ്റ്റ് വേണം, കഴിഞ്ഞു, അവിടെ ടെസ്റ്റും ചെയ്തില്ല, റിസൾട്ടും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ കുറച്ച് വലിയ ടെസ്റ്റ് ആയിരിക്കും ഡോക്ടർ പറഞ്ഞിരിക്കണത്. ആ ടെസ്റ്റ് ഒരു 5 ദിവസം കഴിഞ്ഞായിരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. ഈ 5 days ഉണ്ടല്ലോ, മൈ ഗോഡ്, ഈ വ്യക്തി ആത്മഹത്യ ചെയ്ത് കളയും. അത്രമേൽ അവരെ തോട്ട് പ്രോസസ്സ് കൊണ്ടുപോകും. ഓവർ തിങ്ക് ചെയ്ത് അവിടെയാണ് ഉറക്കത്തിൻ്റെ എക്സ്ട്രീം ലെവൽ ഡിസ്റ്റർബ്ഡ് ആവുന്നത്. തീരെ ഉറങ്ങില്ല, 3 ദിവസത്തിൽ കൂടുതൽ ഉറങ്ങിയില്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. ബ്രെയിൻ്റെ എല്ലാ ഫങ്ഷൻ നിന്ന് പോകും. മരണം വരെ സംഭവിക്കും 4-5 ദിവസത്തിൽ കൂടുതൽ ഉറക്കം വന്നില്ല എന്നുണ്ടെങ്കിൽ. അതല്ലേ, ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഈ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു വിഷയത്തെ തന്നെ പല ആവർത്തി ചിന്തിക്കും, പല അസുഖങ്ങളായിട്ട് ചിന്തിക്കും, പല വിധത്തിൽ. പിന്നെ ബാധ്യതകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉള്ളൊരു വ്യക്തിത്വമാണെങ്കിൽ പിന്നെ എല്ലാവരെയും കണക്ട് ചെയ്യും. ആ ദിവസങ്ങൾ മൊത്തം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ദേഷ്യമായിരിക്കും, ഭക്ഷണം കഴിക്കില്ല, ഉറങ്ങില്ല, ഒരുതരം ചിത്തഭ്രമം ബാധിച്ച ഒരവസ്ഥയെ റൂമിൽ അടച്ച് ഇങ്ങനെ അത് ഡിപ്രഷനിലേക്ക് നയിക്കും. ദ റിയൽ ഡിപ്രഷൻ്റെ സ്രോതസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ്. സ്ട്രെസ്സിൻ്റെ ഏറ്റവും ഓവർ തിങ്കിങ് കൊണ്ടിട്ട്. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു റിലേഷൻഷിപ്പിൽ അനാവശ്യമായിട്ട് ഒന്നും ഇല്ലെന്നിരിക്കെ എന്തെങ്കിലും ഒരു സംശയം തോന്നിയ കാര്യങ്ങൾ ഭാര്യ ഭർത്താവ് ബന്ധത്തിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്കോ എന്തെങ്കിലും ഒരു സംശയം തോന്നി മനസ്സിൽ ഇങ്ങനെ ഇട്ട് ചിന്തിച്ച് വരികയാണെങ്കിൽ ആ സമയത്ത് ഒരു ലേഡിയോ മെയിലോ അല്ലെങ്കിൽ അവരുടെ ഫോണിലേക്ക് കോൾ വരികയാണെങ്കിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു 12 മണിക്ക് ശേഷമോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരു അത്യാവശ്യത്തിന് വിളിക്കാൻ പറ്റിയൊരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഒരു കോൾ വന്നതായിരിക്കും. അവിടെ ഈ ലേഡിക്കോ അല്ലെങ്കിൽ ആ മെയിലിനോ ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും. അത് ബന്ധത്തെ വല്ലാതെ ഉലയ്ക്കും. കാരണം അത് അവർ ചിന്തിച്ച് ഈ വ്യക്തിത്വങ്ങളുടെ ക്യാരക്ടർ അസാസിനേഷൻ തന്നെ നടത്തിവെക്കും, തുടങ്ങും. അപ്പോൾ അത് ബന്ധങ്ങൾ ഒലച്ചിൽ വരും. അവിടെ ചില ബന്ധങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളിൽ ഈ ഹിഡൻ സ്റ്റേജിൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഹിഡൻ സ്റ്റേജിൽ, ഒരു സ്പേസിൽ ഇത്തരം ചിന്തകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് തലപൊക്കുന്നത് ഈ സമയത്തായിരിക്കും. എന്നിട്ട് അവരുടെ ഉള്ളിൽ വന്ന ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഒലച്ചിൽ വന്നൂല്ലേ, ഡിസ്റ്റർബൻസ് ആയില്ലേ ബന്ധത്തിൽ, ഇത്രയേറെ കാര്യങ്ങൾ നിങ്ങൾ ക്യാരി ചെയ്തിരിക്കുകയായിരുന്നോ? അവിടെയാണ് തിരിച്ചറിവ് ഉണ്ടാവുന്നത്. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ നല്ല തിരിച്ചറിവല്ല കേട്ടോ. തിരിച്ചറിവ് പ്രസിദ്ധിയും കുപ്രസിദ്ധിയും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. 2 വിധത്തിലുണ്ട് തിരിച്ചറിവ്. അപ്പോൾ നല്ല തിരിച്ചറിവല്ല അവിടെ ഉണ്ടാവുന്നത്. അനാവശ്യമായ ചിന്തകൾ ക്യാരി ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ വലിയ സംഘർഷം നിറച്ചു കൊണ്ടിട്ടുള്ളൊരു തിരിച്ചറിവ് അവിടെ സംഭവിക്കപ്പെടുന്നത്. ആ തിരിച്ചറിവിലൂടെ നിങ്ങൾ ഈ വ്യക്തിയെ ഹരാസ് ചെയ്യണം, ഹാം ചെയ്യണം, മെൻ്റലി ഫിസിക്കലി ഒക്കെ. ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ബന്ധത്തിൽ പോകുമ്പോഴും നിങ്ങൾ ആദ്യം നിങ്ങളെ സ്വയം തിരിച്ചറിയുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സംശയത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്,
എങ്കിൽ നിങ്ങൾ ആ സംശയത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാതിരിക്കുക, ബന്ധത്തിലേക്ക് പോവാതിരിക്കുക. മറ്റൊരാളുടെ ലൈഫും കൂടി എന്തിനാണ് നശിപ്പിക്കുന്നേ? സീരിയസ്ലി സ്പീക്കിംഗ്, തമാശയല്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇത്രയേറെ സംഘർഷമുള്ള ഒരു വ്യക്തി പോയിട്ട് വിവാഹം കഴിക്കരുത്. ആ വ്യക്തി പോയിട്ട് വേറെ റിലേഷൻഷിപ്പിൽ എന്തിനാ മറ്റൊരാളെ കൂടി ഡിസ്റ്റർബ് ആക്കുന്നത്? നന്നായി എവിടെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ അവര്, ഇല്ലേ? അവരെ പോയിട്ട് എന്നിട്ട് ആ ഡേ 1 തുടങ്ങും ഇവരുടെ പ്രശ്നങ്ങൾ, പ്രഷർ. രാത്രി എഴുന്നേക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, സിസ്റ്റം നോക്കുന്നു. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. അവർ ഡിസ്റ്റർബ്ഡാ. കാരണം എന്താ? ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന സംഭവം ഒരൊറ്റ കാര്യത്തെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് ആണ്, ആക്ടിവിറ്റീസ് പലതും. ഇത് കാണുമ്പോൾ ആയിരിക്കുന്ന ഭാര്യ എന്താ പറ്റിയേ, എന്താ പറ്റും, പലാവർത്തി ചോദിക്കും, പറയില്ല പറയില്ല പറയില്ല. അത് ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കും. നമുക്ക് ചുറ്റുപാടും കാണുന്ന വളരെ നിസ്സാര കാര്യങ്ങൾ. ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇവിടെ ആരും പഠിക്കണ്ട. നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യാൻ ഒരു റോക്കറ്റ് സയൻസും പഠിക്കണ്ട. അത് ശാസ്ത്രം വളർത്തിക്കോളും, സയൻറ്റിസ്റ്റുകൾ പഠിച്ചോളും. അത് നോർമലായിട്ടുള്ള സിമ്പിൾ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് കൊടുത്ത് സ്ഥാനം മാറിപ്പോയാൽ പോലും പ്രശ്നം. കാരണം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്താ, വേവുന്നത് എന്താ, അവിടെ ബേൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിതാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതെ, അവിടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചൊക്കെ, അല്ലെങ്കിൽ ഒരു ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ ഓവർ തിങ്ക് ചെയ്യാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഷട്ട് ഓഫ് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്താൽ അതൊരു സൊല്യൂഷൻ ആകുമോ? ആവില്ല, ഇല്ല, പോവില്ല. ആ സംഭവം പ്രോപ്പറായ രീതിയിൽ അത് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യം പറ്റില്ല, രണ്ടും ഒരുമിച്ച് മൾട്ടി ടാസ്ക് ചെയ്ത് ഓവർ തിങ്ക് അവിടെ മറ്റൊരു പരാജയത്തിന്റെ ഭീതി വ്യക്തിയെ തളർത്താം. വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകുമ്പോൾ അത് ശരിയാവില്ല. കാരണം ഇവിടെ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് നമ്മൾ എക്സാം എഴുതുന്ന പോലെയാ. കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പഠിക്കുന്നു, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സ്റ്റോർ റൂം സേവ് ചെയ്യുന്നു. വീണ്ടും പരീക്ഷാ ഹാളിൽ പിറ്റേ ദിവസം പോകുമ്പോൾ കോൺഷ്യസ് മൈൻഡ് ഉണരുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങോട്ട് സന്ദേശം കൊടുക്കുന്നു. അവിടെ നമ്മൾ എക്സാം ഹാളിൽ പരീക്ഷ പേപ്പറിൽ ആൻസർ എഴുതുന്നു, ആൻസർ ഷീറ്റിൽ ആൻസർ എഴുതുന്നു. അവിടെ അത് റിസൾട്ടാണ്. ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് വരുന്നത് കണ്ടോ? ഈ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളെടുത്ത ഈ ചിന്തകൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ട് സേവ് ചെയ്തു. വീണ്ടും അവിടെ ഇട്ട് ഓവർ തിങ്ക് ചെയ്ത് അതിനെ ഏതെങ്കിലും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് നല്ലതല്ലാത്ത രീതിയിലാക്കി വെച്ചു. വീണ്ടും വേറെ ഏതെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പിറ്റേ ദിവസം പോയിട്ട് ആ ഇൻസിഡൻറ്റിൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന രീതിയിൽ ആ സിറ്റുവേഷനെ വളരെ വേഴ്സ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ കൊളാപ്സ് ആയില്ലേ, അവിടെ ബ്ലാസ്റ്റ് ആയില്ലേ? അതിൽ ഗുഡ് റിസൾട്ട് അല്ല കിട്ടുന്നത്. അതുകൊണ്ട് അത്തരം പ്രവർത്തിക്ക് നിങ്ങൾ പോവണ്ട. അതിനെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ അത്തരം റിലേഷൻഷിപ്പിലാണെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യൂ. ഇനിയുള്ള കാലഘട്ടം മാറി. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ സഹിക്കപ്പെട്ടതും സഹിച്ചും ഒക്കെ ജീവിച്ച കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് പദം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സെൽഫ് ലവിലേക്കും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിലേക്കും സഞ്ചരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എങ്ങനെ ലൈഫിനെ പ്ലാൻ ചെയ്യാൻ കഴിയും എന്നുള്ളതിലേക്ക് ഒരു 10 രൂപ വരുമാനത്തിൻ്റെ അവസ്ഥയിലേക്കെങ്കിലും നിങ്ങൾ നടന്ന് നീങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾ എന്നും ഒരു പറയില്ലേ, സ്ലേവറി. ആരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സ്ലേവറി. ഫിനാൻഷ്യൽ ഒരു ഡിസിപ്ലിനാണ് വേണ്ടത്, ഫ്രീഡം അല്ല. അത് വേറൊരു തലമാണ്. പലരും പറയുന്ന കേൾക്കാറുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്തെന്നാ? ഫ്രീഡം അതൊരു വെൽത്ത് മാസ്റ്ററുടെ ഏറ്റവും റോങ് ആയ ഒരു വേർഡ്. വെൽത്ത് മാസ്റ്റർ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല, ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ് വേണ്ടത്. നമ്മളുടെ ലൈഫിൽ ഫ്രീഡം എന്നതിനപ്പുറത്ത് ഡിസിപ്ലിനൈസ്ഡ് ആവുക എന്നുള്ളതാണ് വേണ്ടത്. അത് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡിസിപ്ലിനൈസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ അത് വരും. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ളതിൻ്റെ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യും. അതനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആ സംഘർഷം ഉണ്ടെങ്കിലും ഓവർ തിങ്ക് ഉണ്ടെങ്കിലും നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ നിങ്ങൾ സംഭവിക്കപ്പെടുകയും നിങ്ങളവിടെ പോസ് ചെയ്ത് പിടിക്കും. വേണ്ട, ഈ ചിന്തയിലേക്ക് പോകണ്ട, അത് നല്ലതല്ല തരുന്നത്. കാരണം ബാക്ക് റിസൾട്ടൊക്കെ നമുക്കറിയാം. നല്ലതല്ല തരുന്നത്. വേണ്ട, വിട്ടേക്ക്. പാട്ട് കേൾക്കുക, ഡ്രൈവ് ചെയ്യുക, സ്വിമ്മിങ് ചെയ്യുക. സ്വിമ്മിങ് ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. ഓവർ തിങ്കിങ് സംഭവിക്കപ്പെടും. വളരെ കാമാവും, വളരെ കോൺഷ്യസ് ആവും. നമ്മളിലെ സെൽഫ് ലവ് കൂടും. സ്വിമ്മിങ് ചെയ്യും, ഡാൻസിങ് ചെയ്യുക, എക്സസൈസ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടി. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക.
അതായത് വായു എന്ന് പറയുന്നത് പ്രാണവായു, അപാനവായു, സമാനവായു, വ്യാനവായു, ഉദാനവായു, അങ്ങനെ 5 വായുകൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ, അതൊക്കെ ഓറ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് അത്തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയുടെ കംപ്ലീറ്റ് ലെവലാണ് അതൊക്കെ അതിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഈ വായുകളെല്ലാം നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ തോട്ടിനെ കണക്ട് ചെയ്യുന്നുണ്ട്, മെമ്മറിയെ കണക്ട് ചെയ്യുന്നുണ്ട്, ഓരോ ചക്രാസും നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഹീലിംഗ് ആണ് ഇതിൻ്റെ എല്ലാം. ഹീൽ ചെയ്യുക, സെൽഫ് ഹീലിംഗ്, കാമായിട്ടിരിക്കുക, നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പൾസ് റേറ്റിനെ ശ്രദ്ധിക്കുക, തമ്പും ഇൻഡെക്സ് ഫിംഗറും കൂടി പിടിക്കുക. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെയും മൈൻഡിനെയും കണക്ട് ചെയ്യുന്നതാണ് തമ്പും ഇൻഡെക്സ് ഫിംഗറും. അതിൽ വരുന്ന ഒരു ലപ്ടപ്പ് എന്നുള്ളൊരു പൾസ് റേറ്റ് ഉണ്ട്. അതൊന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമ്മൾ പിടിച്ചിരിക്കുമ്പം നമുക്ക് തന്നെ അതൊരു ഒരു ഹാർമണി, നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ഒരു ഹാർമണി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ്.